വെച്ച് അവിടെ നിലനിർത്തിക്കൊണ്ട് ഇതാ ശ്രീ ഭൂതനാഥൻ മുന്നിലേക്ക് തലയെടുത്ത് കടന്നു വരുന്നു. തലയെടുപ്പിന്റെ ഗാംഭീര്യം വിളിച്ചറിയിച്ചുകൊണ്ട് ഇതാ ആയിരങ്ങളുടെ ഇടയിലുള്ള ഭൂതനാഥന്റെ നെടുംകുതിര ഇതാ കടന്നു വരുന്ന ആ കാഴ്ച. ഭഗവാനെ ശ്രീ ഭൂതനാഥ ഞങ്ങൾക്ക് ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് വരികയാണ്. ആ ക്ഷേത്രത്തിന്റെ മുൻവശത്തേക്ക് കുതിര ആനയിക്കപ്പെടുകയാണ്. എങ്ങും കാണാൻ കഴിയാത്ത കാഴ്ച. ഇവിടെ മാത്രം സ്വന്തം, ചാത്തന്നൂരിന്റെ മാത്രം സ്വന്തം. അല്പം കൂടി മുന്നോട്ട് വന്ന് ആ ഭഗവാന്റെ മുന്നിലേക്ക് തട്ടിത്തിരിക്കട്ടെ. അല്പം കൂടി മുന്നോട്ട് വന്ന് ആ ചട്ടം രണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തട്ടിത്തിരിക്കുക. 4 ചട്ടം ഒരേപോലെ അതുപോലെ തട്ടിത്തിരിച്ച് നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നിർത്തുക. നേരെ നിർത്തുക. അല്പം കൂടി നേരെ നിർത്തിയിട്ട് ഉയർത്തുക. കൈത്തലങ്ങൾ എറിഞ്ഞു പിടിക്കുന്ന സ്വഭാവം ഉയർത്തുക. കുതിര കൈത്തലങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഭാരമുള്ള കുതിര കൈത്തലങ്ങൾ ഭഗവാനെ ഭൂതനാഥ ഉയർത്തിപ്പിടിക്കുക. അതാണ് കുതിരയെടുപ്പ്. ചാത്തന്നൂരിന്റെ മാത്രം സ്വന്തമായ ആ നെടുംകുതിരയെടുപ്പ് ഭഗവാൻ ഇതാ സമർപ്പിക്കുന്നു. വീണ്ടും ആ കുതിര അതിഭയങ്കരമായ വെയിറ്റ് ഉള്ളതാണ് ഇപ്രാവശ്യം നെടുംകുതിരയ്ക്ക്. കാരണം മഴ പെയ്ത് കുതിർന്ന് പുതിയ തടികൾ എല്ലാം കൊണ്ടും അതിഭയങ്കരമായ വെയിറ്റ് അനുഭവപ്പെടുന്ന ഭൂതനാഥന്റെ നെടുംകുതിര ആദ്യ മുഖദർശനം നൽകിയ ശേഷം ഇതാ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ഒരു ചട്ടവും താഴ്ത്തി വയ്ക്കാതെ ചുമലിൽ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഭക്തജനങ്ങൾ ആ നടുമൂലി ചട്ടത്തിന്റെ അടുത്ത് പരമാവധി ഭക്തജനങ്ങൾ കയറിപ്പറ്റണം. ആ അടിക്കുതിരയുടെ ഭാഗത്ത് പരമാവധി ഭക്തജനങ്ങൾ കയറിപ്പറ്റണം. ഒരു കുറവും വിചാരിക്കരുത്. ഭഗവാന്റെ കുതിര ഈ ഉദ്ദേശിച്ച ആ 3 പ്രാവശ്യമുള്ള വലം വെപ്പം ഒരേപോലെ കൈത്തലങ്ങൾ ഉയർന്നു പോകത്തക്കവണ്ണം നമുക്ക് കുതിര ഒലയ്ക്കുന്നത് മുൻപിൽ മാത്രം, ഭഗവാന്റെ മുന്നിൽ മാത്രം ഒലച്ചാൽ മതി. കുതിര മുന്നോട്ട് പോകട്ടെ. അതിമനോഹരമായ രീതിയിൽ ആ സുലഭമായ ആ ഒരു കാഴ്ച, അഭൗമമായ ആ ദൈവികമായ ശക്തി ഓരോ ഭക്തജനങ്ങളിലേക്കും പകർന്നുകൊണ്ട് ആ ശ്രീ ഭൂതനാഥന്റെ നെടുംകുതിര ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തു കൂടി ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈത്തലങ്ങൾ ഉയർന്നു പൊങ്ങി അങ്ങനെ കടന്നു പോവുകയാണ്. ഒരു ഇലക്ട്രിക് മെഷീൻ ഘടിപ്പിച്ചതുപോലെ ആ നെടുംകുതിര ഭൂതനാഥ ഭക്തരുടെ കൈത്തലങ്ങൾ അങ്ങനെ ഉയർന്ന് ആ കുതിര പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയാണ്. ആംബുലൻസ് അങ്ങോട്ടൊന്ന് കടന്നു പോകാൻ അവസരം ഒരുക്കി കൊടുക്കണം. കാര്യമൊന്നുമില്ലാതെ അങ്ങോട്ട് കടന്നു പോകാൻ അവസരം ഒരുക്കി കൊടുക്കണം. വീടൂട്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്തോടൊന്ന് കടന്നു പോകാൻ അവസരം ഒരുക്കി കൊടുക്കണം. ആ കുതിര നെടുംകുതിരയെടുപ്പ് ഇതാണ്. കൈത്തലങ്ങൾ ഉയർന്നു പൊങ്ങുന്ന ആ നെടുംകുതിരയെടുപ്പ് ഐശ്വര്യമായ ആ ഒരു കാഴ്ച. 2000-ലധികം പൂക്കളുടെ വർണ്ണമഹനീയമായ ചാഞ്ചാട്ടം കുറിച്ചുകൊണ്ട് കൈത്തലങ്ങൾ ഉയർന്നു പൊങ്ങി ആ ഭൂതനാഥന്റെ നെടുംകുതിര ഇതാ കടന്നു പോവുകയാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിയുകയാണ്. മുൻവശത്തെ ചട്ടം തട്ടിത്തിരിച്ച് പിൻവശത്തെ ചട്ടം തെക്ക് ഭാഗത്തേക്ക് തട്ടിത്തിരിച്ച് ഒരേ ലെവലിൽ ആ കുതിര പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. ക്ഷേത്രത്തിന്റെ ആ ഭാഗത്ത് ഇർലികളും അതുപോലെ ഉപദേവതാ സ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. അതെല്ലാം നോക്കിയാണ് ഓരോ ഭക്തജനങ്ങളും ആ നെടുംകുതിരയെ മുന്നോട്ട് നയിക്കുന്നത്. വളരെ അനായാസേന തന്നെ ഭക്തജനങ്ങൾ ഒരേ മനസ്സോടുകൂടി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആ കുതിരയ്ക്ക് മുമ്പും പിമ്പുമായി സഞ്ചരിച്ചുകൊണ്ട് അനേകം ഭക്തജനങ്ങളുടെ കൈത്തലങ്ങളിൽ കുതിര ഉയർന്നും തോളിലേന്തി കുതിര ആ ക്ഷേത്രം ഭൂമിക്ക് വലം വയ്ക്കുകയാണ്. ഭൂതനാഥന്റെ ക്ഷേത്രത്തിന്റെ നേരെ പിറകുവശത്തായി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നെടുംകുതിര വടക്ക് ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമയുടെ സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ ദേശത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആ നെടുംകുതിര വളരെ മനോഹരമായ രീതിയിൽ ഭക്തജനങ്ങളുടെ കൈത്തലങ്ങളിൽ ഉയർന്നു ആ കുതിരപ്പന്തിക്ക് മുൻവശത്തുകൂടി വീണ്ടും ഭൂതനാഥന്റെ മുന്നിൽ അർച്ചന സമർപ്പിക്കാൻ, അതായത് കുതിരയെടുപ്പിന്റെ
ഏറ്റവും വലിയ പ്രാധാന്യമറിയിക്കുന്ന ആ കുലുക്കി സമർപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് രണ്ടാമത്തെ ആ ഗർഭത്തിലേക്ക് വേണ്ടി ഇപ്പോൾ കടന്നു വരികയാണ്. കുതിരപ്പന്തി പിന്നിട്ട് കുതിര മുന്നോട്ട് നീങ്ങുകയാണ്. ആ വെട്ടിത്തിളങ്ങുന്ന കണ്ണാടി പ്രഭയുടെ മാസ്മരികമായ പ്രഭ ഏറ്റുവാങ്ങിക്കൊണ്ട് പുഷ്പദളങ്ങളുടെ മറുമണം നറുമണം ചൂടി നിൽക്കുന്ന ആ ചൈതന്യമേറ്റു വാങ്ങിക്കൊണ്ട് ശ്രീ ഭൂതനാഥന്റെ ആ നെടുങ്കുതിര ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുകൂടി ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ ആ വടക്ക് ഭാഗത്തുകൂടി ഭൂതനാഥന്റെ ക്ഷേത്രമുറ്റത്തേക്ക് ഇതാ കടന്നു വരികയാണ്. 4 ചട്ടവും ഭക്തജനങ്ങളുടെ കൈത്തലങ്ങളിൽ ഉയർന്ന് അനേകം ഭക്തജനങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഭൂതനാഥന്റെ മുന്നിലേക്ക് ഇതാ വീണ്ടും രണ്ടാമത്തെ ദർശനമുഖത്തിനായി കടന്നു വരികയാണ്. ഭൂതനാഥന്റെ മുന്നിൽ ആ ദർശനം കൊടുക്കുവാൻ വേണ്ടി ആ ക്ഷേത്രമുറ്റത്തേക്ക് ആ അല്പം കൂടി നേരെ വന്ന് അല്പം കൂടി മുമ്പോട്ട് തള്ളി നീക്കി മുമ്പോട്ട് കുറച്ചും കൂടി വന്ന് അല്പം കൂടി മുന്നോട്ട് വന്ന് തിരിയട്ട് 2 ചട്ടവും ഭഗവാന്റെ മുന്നിലേക്ക് തിരിയട്ട് മുൻവശം തട്ടും ചട്ടി തിരിച്ച് അല്പം കൂടി പിറകുവശവും മുൻവശവും ഒരുപോലെ കൈത്തലം പൊക്കി തിരിയട്ട് ഭഗവാന്റെ മുന്നിൽ ഒരേ ലെവലിൽ ആ പിറകുവശ ചട്ടം കൂടി നേരെയാക്കുക. അല്പം കൂടി ഇങ്ങോട്ട് തെക്ക് ഭാഗത്തോട്ട് തള്ളി നീക്ക് അതുപോലെ നേരെയാക്കണം. ഭഗവാന്റെ മുന്നിൽ മതി പുലിക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ പറ്റും. അതുകൊണ്ട് പുലിക്ക് നല്ല മനോഹരമായ കൈത്തലങ്ങളിൽ കുതിര ഉയർന്നു പോകുന്ന ആ കാഴ്ച ഭൂതനാഥന് മുന്നിൽ ഒരുക്കിക്കൊണ്ട് ആ നെടുങ്കുതിര ക്ഷേത്രത്തിന്റെ ദർശനം 2ാം ദർശനം കഴിഞ്ഞ് ആ തെക്ക് ഭാഗത്തേക്ക് കുതിര നീങ്ങുകയാണ്. ശ്രീ ഭൂതനാഥന്റെ നെടുങ്കുതിര ഭൂതനാഥന്റെ മക്കൾ തന്റെ പ്രജകളാകുന്ന ശ്രീ ഭൂതനാഥന്റെ ഈ മക്കളുടെ കൈത്തലങ്ങളിൽ സുരക്ഷിതമായി അതിന്റെ എടുപ്പ് പൂർത്തീകരിച്ച് ആ കുതിരപ്പന്തിയിൽ ഇറക്കി വയ്ക്കാൻ കഴിയും എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടു കൂടി ആ ഒരു തീരുമാനപ്രകാരം തന്നെ ഭൂതനാഥന്റെ ഭക്തജനങ്ങൾ ആ നെടുങ്കുതിരയെ കൈത്തലങ്ങളിലും ചുമലിലുമേന്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുകൂടി കടന്നു പോവുകയാണ്. ശ്രീ ഭൂതനാഥന്റെ നെടുങ്കുതിര ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കൈത്തലങ്ങളിൽ ഉയർന്ന് ആ കുതിര മുന്നോട്ട് ആനയിക്കപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ കുതിരയുടെ നിർമ്മാണ രീതി അനുസരിച്ച് പുതിയ ചട്ടവും അതിൻ്റെ കുറുക്കുപടികളെല്ലാം തന്നെ പുതിയ ചട്ടങ്ങളും. ഇത്രയും വലിയൊരു കുതിര നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ അതിഭയങ്കരമായ ആ മഴ മുഴുവൻ നനഞ്ഞ് സാധാരണ കുതിരയ്ക്ക് ഉള്ള വെയിറ്റിനേക്കാൾ ഇരട്ടി വെയിറ്റ് അനുഭവപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ ഈ കുതിരയെടുപ്പിൻ്റെ ഒരു പ്രശ്നം. എന്നിട്ട് പോലും ഒരു വിഷമവും ഉണ്ടാകാതെ ഒരു ചട്ടവും തറയിൽ തൊടാതെ എടുത്തടുത്തുനിന്ന് 2 മുഖദർശനം പൂർത്തിയാക്കി 3ാമത്തെ മുഖദർശനത്തിനായി ആ ശ്രീ ഭൂതനാഥന്റെ ശക്തി ഓരോ ഭക്തജനങ്ങളിലേക്കും അത് ഏകിക്കൊണ്ട് ഭഗവാന്റെ ആ ശക്തി ഓരോരുത്തർക്കും ഭഗവാൻ നൽകിക്കൊണ്ട് അവരുടെ കൈത്തലങ്ങളിൽ ഈ കുതിര എടുപ്പ് ഭദ്രം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ആ കാർമേഘങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്
അസ്തമയ സൂര്യന്റെ ആ പ്രഭാചൈതന്യത്തിലും നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലും മിന്നിത്തിളങ്ങുന്ന ആ കണ്ണാടി ചുറ്റുകളുടെ പ്രഭാപൂരത്തിലുമൊക്കെയായി ആ ദേശനാഥന്റെ നെടുംകുതിര നമ്മുടെ ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ടിരിക്കുന്നു. കുതിരപ്പള്ളിയുടെ സമീപത്തുകൂടി ആ കുതിര മൂന്നാമത്തെ ദർശനത്തിനായി ഭൂതനാഥന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തെ ദർശനം ഈ വർഷത്തെ അത്തം തിരുനാൾ മഹോത്സവവുമായി കൈത്തലങ്ങളിലും തോളിലുമായി ഒരേപോലെ ഏറ്റുവാങ്ങിക്കൊണ്ട് സഞ്ചരിക്കുകയാണ്. ഒരേറ്റക്കുറച്ചിലും ഉണ്ടാകാതെ, ഒരു ഭാഗത്തും ഒരു വീഴ്ച സംഭവിക്കാതെ, ഒരു ഭാഗത്തും ഒരു ന്യൂനത ഉണ്ടാകാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി തോളിലും കൈത്തലങ്ങളിലും ഏറ്റിക്കൊണ്ട് ഭഗവാന് സമർപ്പിക്കുന്നു. മൂന്നാമത്തെ വരത്ത്, മൂന്നാമത്തെ ദർശനം ആ ഭഗവാന്റെ മുന്നിൽ, ശ്രീ ഭൂതനാഥന്റെ മുന്നിൽ മൂന്നാമത്തെ ഈ 2025 അത്തം തിരുനാൾ മഹോത്സവത്തിന്റെ ഭഗവാന്റെ നെടും കുതിരയെടുപ്പിന്റെ മൂന്നാമത്തെ മുഖദർശനം ശ്രീ ഭൂതനാഥന് നൽകാൻ ഭൂതനാഥന്റെ മക്കൾ ആ നെടും കുതിര ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് ആനയിക്കുകയാണ്. ഭൂതനാഥന്റെ ഒരു പരീക്ഷണം തന്നെയായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഉത്സവവും ഈ നെടുംകുതിരയെടുപ്പും. ആഘോഷങ്ങളിൽ ധന്യത പുലർത്തി ഇന്നലെ രാത്രി പള്ളിവേട്ടയ്ക്ക് ഇറങ്ങി ദേവൻ സന്തോഷവാനായി തിരികെ എത്തി സുഖനിദ്രയിലായി. നേരം പുലർന്നപ്പോഴേക്കും ആ ശീതളിമയുടെ സന്തോഷവും നൽകിക്കൊണ്ട് തൻ്റെ വാഹനത്തെ ഒന്നിലും അകപ്പെടാതെ എടുത്തുയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഊർജ്ജസ്വലത ഭൂതനാഥൻ ഭക്തരിലേക്ക് പകർന്നിരിക്കുന്നു. ഭഗവാന്റെ മുന്നിലേക്ക് മൂന്നാമത്തെ ആ വരത്തിനായി തട്ടിത്തിരിക്കും. മുൻവശ ചട്ടം ഭൂതനാഥന്റെ മുന്നിലേക്ക് വടക്ക് ഭാഗത്തേക്ക് അല്പം കൂടി തട്ടിത്തിരിച്ച് അവിടെ നിലനിർത്തിക്കൊണ്ട് അല്പം കൂടി മുന്നോട്ട് വന്ന്, അതെ, ഇനിയും പിറകുവശ ചട്ടം നേരെയാക്ക്. പിറകുവശ ചട്ടം ഭഗവാന്റെ മുന്നിലേക്ക് ദർശനം കൊടുത്ത് നിർത്ത്. വളരെ മനോഹരമായ ആ കിഴക്ക് മുറി ചട്ടം കൂടി ഉയർത്ത്. അവിടെയും കൂടെ ഭക്തജനങ്ങൾ കടന്ന് ആ ചട്ടം കൂടി ഉയർത്തുക. ഭഗവാന്റെ മുന്നിലേക്ക് ആ കുതിര മൂന്നാമത്തെ വലത്ത് സമർപ്പിക്കുന്ന ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് വടക്ക് പടിഞ്ഞാറ് ചട്ട അല്പം ഒന്ന് താത്തു കൊടുത്ത്, അല്പം കയ്യിൽ താത്തു കൊടുത്ത് ഈ കിഴക്ക് തെക്ക് ചട്ടം ഒന്ന് ഉയർത്തിപ്പൊക്കാൻ അവസരം കൊടുക്കുക. വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ ചട്ടം ഒന്ന് കൈ താത്തു കൊടുത്ത് ഈ ചട്ടം പൊക്കുക. ഭഗവാന് 3 വട്ടം സമർപ്പിച്ച് ആ കുതിര ഇപ്പോൾ കുതിരപ്പള്ളിയിലേക്ക് നീങ്ങുകയാണ്. ഒരു ദേശം മുഴുവൻ കാത്തിരുന്ന ഭഗവാന്റെ ഈ ഏറ്റവും വലിയ നെടുംകുതിര അതിൻ്റെ എടുപ്പ് പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ ക്ഷേത്ര ദേശ മഹിമ ഒന്നും കൂടി ദൃഢമാക്കിക്കൊണ്ട് ക്ഷേത്രത്തിലെ ആ നെടുംകുതിര നമ്മുടെ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് മുന്നോട്ട് നീക്കുക. വളരെ സന്തോഷകരമായ, ആരോടും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത ശ്രീ ഭൂതനാഥ ഭക്തന്മാരായ ഓരോരുത്തരും ഭഗവാന്റെ ഈ നെടുംകുതിരയുടെ എഴുന്നള്ളത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ആ ദൃഢപ്രതിജ്ഞ, അതായത് സത്യമായും ഈ കുതിര എടുത്തുയർത്തി പൂർത്തീകരിക്കുമെന്ന് ഭഗവാന്റെ മുന്നിൽ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഭക്തജനങ്ങൾ ആ കുതിരയെ എടുത്തുയർത്തി 3 പ്രാവശ്യം ദേവന്റെ മുന്നിൽ മുഖദർശനം കാണിച്ച് കുതിരപ്പള്ളിയിലേക്ക് ആനയിക്കുകയാണ്. നമ്മുടെ ദേശത്തിൻ്റെ
സ്വന്തം. ഏതിക്കുന്ന ഓരോ ശ്രീ ഭൂതനാഥ ഭക്തന്മാരുടെയും വിയർപ്പിന്റെ വിലയാണ് ഈ കുതിര. ഭൂതനാഥന്റെ സ്വന്തം നാമത്തിലുള്ള ഈ കുതിര, ചാത്തന്നൂർ ദേശത്തിന്റെ ഈ നെടുംകുതിര യാതൊരുവിധമായ ബുദ്ധിമുട്ടുമില്ലാതെ വീണ്ടും ഒരു അത്തം തിരുനാൾ മഹോത്സവത്തിന് സമാപനം കുറിക്കുന്ന ദിവസം ഭഗവാന്റെ നെടും കുതിരയെടുപ്പ് ആയിരങ്ങളെ സാക്ഷി നിർത്തി നമ്മുടെ ചാത്തന്നൂർ ദേശത്തിന് കുതിര കെട്ടാനും അത് കെട്ടിക്കാനും അതെടുക്കാനും അതെടുപ്പിക്കാനും അറിയാമെന്ന് ഒരിക്കൽ കൂടി തെളിയിപ്പിച്ചുകൊണ്ട് ആ നെടുംകുതിരയുടെ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. നെടുംകുതിര കുതിരപ്പന്തിയിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരേ മനസ്സോടുകൂടി ഭക്തജനങ്ങൾ കുതിരയെ ആനയിച്ച് ഇപ്പോൾ കുതിരപ്പന്തിയിലേക്ക് കുതിര പോവുകയാണ്. ആ പിറകുവശ ചട്ടം അല്പം കൂടി ഒന്ന് പടിഞ്ഞാറോട് തട്ടത്തേക്ക് അതേ കണക്ക് ഒരേപോലെ കുതിര ഒരു എങ്കോണപ്പ് ഉണ്ടാകാതെ തുല്യ പ്രാധാന്യത്തോടുകൂടി ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒരു നെടുംകുതിര അത് എടുത്ത് പൂർത്തിയാക്കാൻ എത്രയും വേഗം എടുത്ത് പൂർത്തിയാകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലുള്ള പ്രവർത്തനം ചാത്തന്നൂരിൻ്റെതായ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇതാണ് ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. പറയുന്നത് പോലെ നമ്മുടെ ആ നെടുംകുതിര എടുത്ത് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി ആണ് ഈ വർഷത്തെയും നെടുംകുതിരയെടുപ്പ്. ആ കാർമേഘങ്ങളുടെ ആ മാസ്മരികമായ ചൈതന്യം, ആ ചൈതന്യത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്പര ചുംബിയെപ്പോലെ ആകാശ ചുംബിയെപ്പോലെ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന തേജോമയമായ ആ പ്രകാശകിരണങ്ങളുടെ പ്രതിധ്വനി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ഭൂതനാഥന്റെ നെടുംകുതിര ക്ഷേത്രത്തിൽ ഭൂതനാഥന്റെ പിറകുവശത്തുകൂടി നമ്മുടെ കുതിരപ്പന്തിയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ കുതിരപ്പന്തിയിലേക്ക് എത്താൻ കഴിയും. ഒരേ മനസ്സോടുകൂടി ആ കുതിരയെ കുതിരപ്പന്തിയിലേക്ക് ആനയിക്കുക. ദേവനാമത്തിൽ ദേവചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ ഭൂതനാഥന്റെ ആ നെടുംകുതിര കുതിരപ്പന്തിയിലേക്ക് കടക്കുകയാണ്. അല്പം കൂടി കുതിര കിഴക്കോട്ട്, അതായത് വടക്കോട്ട് മാറി കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് മുഖദർശനം വരത്തക്കവണ്ണം ആ കുതിരപ്പന്തിയുടെ ഭാഗത്ത് കുതിര ഇറക്കി വെക്കണം. കുതിര പൂർണ്ണമായും ഇറക്കി വെച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ആ വടം പിടിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ വടം വിട്ടു പോകാവൂ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുതിര പൂർണ്ണമായും ഇറക്കി വെച്ച് കുതിരയെടുക്കുന്ന സുഹൃത്തുക്കൾ ഭൂതനാഥ ഭക്തരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ നെടുംകുതിരയുടെ വടം പിടിക്കാൻ ചുമതലപ്പെട്ടവർ വടം വിട്ടുപോകാവൂ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയാണ്. അല്പം കൂടി ആ ചാഞ്ഞു നിൽക്കുന്ന ചട്ടം, വടക്ക് ഭാഗത്ത് ചട്ടം ഒന്ന് ഉയർത്തി അല്പം കൂടി കുതിര മുന്നോട്ട് കൊണ്ടുവന്ന് ദർശനം കിഴക്കോട്ട് തന്നെ ആക്കി ആ കുതിരയെ കുതിരപ്പന്തിയിൽ ഇറക്കി വയ്ക്കാവുന്നതാണ്. ആ കുതിരയെടുപ്പുമായി സഹകരിച്ച എല്ലാ ശ്രീ ഭൂതനാഥ ഭക്തന്മാർക്കും ക്ഷേത്ര ഭരണസമിതിയുടെ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കുതിരപ്പന്തിയിൽ കുതിര ഇറക്കാനുള്ള തീരുമാനം അവിടെ നിൽക്കുന്ന ഭാരവാഹികളുടെയൊക്കെ നിർദ്ദേശപ്രകാരം തീരുമാനമായാൽ പ്രധാനമായ കാര്യം ഈ സമയത്താണ് നമ്മുടെ മോഷണ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ